ബീഹാറിൽ നിന്ന് പരസ്യ പ്രചരണം അവസാനിക്കുകയാണ്. ഇനി അവിടുത്തെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു. വലിയ ആത്മവിശ്വാസത്തിലാണ് BJP നയിക്കുന്ന സഖ്യം. പക്ഷെ പല പ്രതിസന്ധികളും തമ്മിലടികളും ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന വലിയ പ്രതീക്ഷ, പ്രത്യേകിച്ച് വോട്ടുചോരി ആരോപണത്തിന് പിന്നാലെ ഉണ്ടായിരുന്ന പ്രതീക്ഷകൾ പൂർണ്ണമായി തന്നെ നഷ്ടപ്പെട്ട ഒരു രീതിയിലേക്ക് ആ പാർട്ടിയെ കൊണ്ടെത്തിച്ചു. പക്ഷെ അവസാന ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ വരവും പിന്നീട് തേജസ്വി യാദവിന്റെ എല്ലാം കൃത്യമായ പ്രചരണങ്ങളും അവരെ, ഈ പാർട്ടിയെ, മഹാഗഡ്ബന്ധനെ, പ്രത്യേകിച്ച് ഇന്ത്യ അലയൻസിനെ വലിയ രീതിയിൽ ആത്മവിശ്വാസം ഈ അവസാന ഘട്ടത്തിൽ നൽകുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പിൽ കഴിയും മുൻപ് തന്നെ ഇപ്പോൾ പല സർവേകളും പുറത്തുവന്നു. ഈ പല സർവേകളിലും BJPക്ക് 120 മുതൽ 140 സീറ്റ് വരെ BJP നയിക്കുന്ന സഖ്യത്തിന് ലഭിക്കും. ഈ തേജസ്വി യാദവിന്റെ കോൺഗ്രസ് സഖ്യത്തിന് ലഭിക്കുന്നത് 90-നും 110 സീറ്റിനും ഇടയ്ക്കാണ്. പക്ഷെ ഈ സീറ്റുകൾ തമ്മിൽ വലിയ രീതിയിലുള്ള വ്യത്യാസം ഇവിടെ കാണാൻ കഴിയുന്നില്ല. RJDക്ക് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ കോൺഗ്രസ് ആണ് അവിടെ ഈ പാർട്ടിക്ക്, ആ സഖ്യത്തിന് വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. നാം മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന്. അത് വിഷയങ്ങളൊന്നുമല്ല, കൃത്യമായ പ്രചരണം അങ്ങനെയെല്ലാം ഉണ്ടെങ്കിലും അമിതമായ ആത്മവിശ്വാസമുണ്ട്. അമിതമായ ആത്മവിശ്വാസവുമായി അവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകർ താരതമ്യം ചെയ്യുന്ന 2024 തെരഞ്ഞെടുപ്പാണ്. 2024 തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഇപ്പോൾ ഉണ്ടായ തിരിച്ചടി, കേവല ഭൂരിപക്ഷം പോലും ലഭിക്കാതെ 240 സീറ്റിലേക്ക് ചുരുങ്ങിയ ഒരു അവസ്ഥ ഉണ്ടല്ലോ. അത് നാം തിരഞ്ഞെടുപ്പിന് മുൻപ് ആരെങ്കിലും രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞിരുന്നെങ്കിൽ അത് നമുക്ക് വിശ്വസിക്കാൻ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം BJP വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. 400 സീറ്റ് ലക്ഷ്യമിട്ടായിരുന്നു. നരേന്ദ്രമോദി, അമിത്ഷാ അടക്കമുള്ളവർ പ്രചരണം നടത്തുകയും അവർ പലതവണ 400 സീറ്റ് തങ്ങൾക്ക് ലഭിക്കുമെന്ന് വലിയ രീതിയിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അത് കേവല ഭൂരിപക്ഷം വീണ്ടും ലഭിക്കാൻ പോകുന്നുവെന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി മാധ്യമങ്ങളും സർവേകളും എല്ലാം പറഞ്ഞെങ്കിൽ ഈ അമിത ആത്മവിശ്വാസം അവരെ വലിയ രീതിയിൽ പടുകുഴിയിലേക്ക് കൊണ്ടെത്തിച്ചിരുന്നു. അങ്ങനെ ഈ ബീഹാറിലും വലിയ രീതിയിൽ ആത്മവിശ്വാസം കാണുന്നു. ഈ ആത്മവിശ്വാസം BJPയെ പടുകുഴിയിലേക്ക് കൊണ്ടെത്തിക്കുമെന്നാണ് നിലവിൽ പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. അതിന് അവർ ചൂണ്ടിക്കാട്ടുന്ന കാരണം ഈ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു തർക്കമുണ്ടല്ലോ. BJP പലതവണ ആ തർക്കം പരിഹരിക്കാനായി നിതീഷ് കുമാർ ആയിരിക്കും നമ്മുടെ നായകനെന്നും BJPയെ നയിക്കുന്നതെന്നും JDUവിനെ നയിക്കുന്നതെന്നും NDA സഖ്യത്തെ നയിക്കുന്നതെന്നും പലതവണ ചൂണ്ടിക്കാട്ടുമ്പോഴും പലർക്ക് സംശയമുണ്ട്. നിതീഷ് കുമാറിനെ ഒഴിവാക്കി BJPയുടെ മുഖ്യമന്ത്രി വരും. കാരണം ആ സീറ്റ് വ്യത്യാസം ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ. ഈ സർവേയുമായി പരിശോധിക്കുകയാണെങ്കിൽ BJPക്ക് 80 സീറ്റ് നേടുമ്പോൾ അതിന്റെ പകുതി സീറ്റ് മാത്രമാണ് JDUവിന് ലഭിക്കുന്നത്. അപ്പോൾ BJPക്ക് 80 സീറ്റും അതോടൊപ്പം തന്നെ LJPക്ക് ഒരു 20 സീറ്റും മറ്റ് പാർട്ടികളുടെ പിന്തുണയോടുകൂടി തന്നെ മഹാരാഷ്ട്ര മോഡലിൽ ഒരു സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യത പലരും അവിടെ കാണുന്നുണ്ട്. അങ്ങനെ ആ കാണുന്നത് കൊണ്ട് തന്നെ ഇവർ പരസ്പരം കാലുവാരാനുള്ള സാധ്യത, JDUവും LJPയും തമ്മിൽ പരസ്പരം കാലുവാരാനുള്ള സാധ്യതയുണ്ട്. നിതീഷ് കുമാറും ചിരാഗ് പാസ്വാനും തമ്മിൽ പല രീതിയിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അത് നാം കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാലും മനസ്സിലാകും. ഈ JDUവിന്റെ സീറ്റുകൾ നഷ്ടപ്പെടാൻ കാരണം LJP അന്ന് ഒറ്റയ്ക്ക് മത്സരിച്ചതാണ്. LJPയെ പരാജയപ്പെടുത്താൻ JDUവിന് കഴിയും, JDUവിനെ പരാജയപ്പെടുത്താൻ LJPക്ക് കഴിയും. അങ്ങനെ ഒരു രീതിയാണ് ഇപ്പോൾ കുറച്ചു നാളുകളായി ബീഹാറിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അമിതമായ ആത്മവിശ്വാസം അവരെ പരാജയത്തിലേക്ക് എത്തിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. അങ്ങനെ അമിത ആത്മവിശ്വാസം പരാജയത്തിലേക്ക് എത്തിക്കാൻ കഴിയാനും ഒരു കഴിവ് വേണമല്ലോ. അത് ബീഹാറിൽ നിലവിൽ കോൺഗ്രസിനുണ്ടോ എന്നും RJDക്ക് ഉണ്ടോ എന്നും നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. നാം ഈ അമിത ആത്മവിശ്വാസം ഏറ്റവും അധികം കണ്ട സംസ്ഥാനം ഉത്തർപ്രദേശ് ആയിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉത്തർപ്രദേശിൽ രാമക്ഷേത്രം നിർമ്മിച്ചു. നരേന്ദ്രമോദിയുടെയും BJPയുടെ 500 വർഷം കാത്തിരുന്ന ആ ഹിന്ദു ആഗ്രഹം നടത്തിക്കൊടുത്തു. അതുകൊണ്ട് തന്നെ 80-ൽ 78 സീറ്റും തങ്ങൾക്ക് ലഭിക്കുമെന്ന വലിയ രീതിയിലുള്ള ആത്മവിശ്വാസവുമായി മുന്നോട്ടിറങ്ങിയപ്പോൾ അവർക്ക് വലിയ പരാജയം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞു. ആ പരാജയം എന്തുകൊണ്ട് അവിടെ നടന്നു എന്ന് ചിന്തിക്കുമ്പോഴാണ് അവിടെ കൃത്യമായ ഒരു നേതാവ് ഉണ്ടായിരുന്നു, ഒരു സംഘടനാ സംവിധാനം ഉണ്ടായിരുന്നു. അത് SP-യുടെ നേതൃത്വത്തിൽ, അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിലായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു നേതൃത്വം ബീഹാറിൽ ഇന്നുണ്ടോ എന്നതാണ് സംശയം. ഈ രാഷ്ട്രീയ നിരീക്ഷകർ പരാജയപ്പെടും, അമിത ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് പരാജയപ്പെടുമെന്ന് പറയുമ്പോഴും അങ്ങനെ ഒരു നേതാവ് ബീഹാറിൽ ഇല്ല. കാരണം ലാലു പ്രസാദ് യാദവിന്റെ മകനാണ്. ജംഗിൾ രാജിന്റെ പേര് പറഞ്ഞാൽ ഈ കാലത്ത് പോലും വോട്ട് ലഭിക്കും.
അപ്പോൾ ജംഗിൾ രാജ് എത്രത്തോളം ജനങ്ങളെ ദോഷകരമായി ബാധിച്ചു. വർഷങ്ങൾക്ക് മുൻപ്, 20 വർഷങ്ങൾക്ക് മുൻപ് സാധാരണക്കാർക്കും സ്ത്രീകൾക്കും അടക്കമുള്ളവർക്ക് റോഡിൽ ഇറങ്ങാൻ, പൊതു ഇടത്തിറങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ജംഗിൾ രാജ് നടപ്പിലാക്കിയ ഒരു മുഖ്യമന്ത്രിയുടെ മകനെ വീണ്ടും അധികാരത്തിലെത്തിക്കാൻ ജനങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളുണ്ട്. ആ പല ബുദ്ധിമുട്ടുകൾ കൂടുതൽ ആളിക്കത്തിക്കുകയാണ് BJP ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ പലതവണ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. വികസനവും ജംഗിൾ രാജ്യം തമ്മിലുള്ള ഒരു മത്സരമാണ് നിലവിൽ നടക്കുന്നതെന്നും അതിൽ വികസനം വിജയിക്കുമെന്നും അമിത്ഷാ അടക്കമുള്ളവർ പറയുന്നുണ്ടല്ലോ. അവർ ഈ ജംഗിൾ രാജിനെയാണ് ഉയർത്തിക്കാട്ടുന്നത്. മറിച്ച് നോക്കൂ, ഈ 20 വർഷത്തിലധികം ഇടക്കാലത്ത് മാത്രം കുറച്ചുനാൾ മാറിയെങ്കിലും നിതീഷ് കുമാർ ഭരണം നടത്തിയപ്പോൾ സ്വാഭാവികമായി തന്നെ ഭരണവിരുദ്ധ വികാരമുണ്ട്. ആ ഭരണവിരുദ്ധ വികാരം മുതലെടുക്കുവാൻ എന്തുകൊണ്ട് കോൺഗ്രസിനും JDയും RJDക്കും കഴിയുന്നില്ല? അവിടെയാണ് ആ പാർട്ടിയുടെ പരാജയം ഇരിക്കുന്നത്. അങ്ങനെ പരാജയപ്പെടുമ്പോൾ സംഭവിക്കുന്നതോ, അദ്ദേഹം ഇതിനു മുൻപ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ വോട്ട് ചോരി ആരോപണവുമായി വരും. അതും ബീഹാറിലും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. SIR-വുമായി ബന്ധപ്പെട്ട് 50 ലക്ഷത്തിലധികം പേരെ പുറത്താക്കി. അതുകൊണ്ട് അത് ന്യൂനപക്ഷങ്ങളെയാണ് പുറത്താക്കിയത്. കോൺഗ്രസ് വോട്ടിനെയാണ്, RJD വോട്ടിനെയാണ്. കാരണങ്ങൾ, തോൽക്കുമ്പോൾ കാരണങ്ങൾ പലതുണ്ട്. പക്ഷെ ഇവർ കൃത്യമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ, വോട്ട് ചോരി ആരോപണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം യാത്ര നടത്തി. ആ യാത്ര നടത്തി അദ്ദേഹം അവിടെ നിന്ന് ഒഴിയുകയാണ്. പിന്നെ ആ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കുകയോ ആ ബീഹാറിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇദ്ദേഹത്തിൻ്റെതായ ലക്ഷ്യങ്ങൾ മാത്രമുണ്ട്. ഇദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾ വിദേശയാത്രകളാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ പോകാമായിരുന്നല്ലോ. നമ്മുടെ നാട്ടിൽ സന്തോഷ് ജോർജ് കുളങ്ങര ഉണ്ട്, എത്ര യാത്രികർ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. അപ്പോൾ അതുപോലെ അദ്ദേഹത്തിന് ഒരു യാത്രികനാകാമായിരുന്നു. പക്ഷെ ഇത് കോൺഗ്രസ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇദ്ദേഹം തുടർച്ചയായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പാർട്ടിയുടെ പുക കണ്ടാൽ മാത്രമേ അടങ്ങുകയുള്ളൂ എന്ന രീതിയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ. ഇദ്ദേഹം അങ്ങ് ബീഹാർ പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, ഈ നരേന്ദ്രമോദി ജനങ്ങളോടൊപ്പം നിൽക്കുന്നില്ല, ഞാൻ ജനങ്ങളോടൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞ് വലിയ PR വർക്കുമായി അങ്ങ് കുളത്തിലെടുത്ത് ചാടുകയാണ്, മീൻ പിടിക്കുകയാണ്. ഇദ്ദേഹം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവല്ലേ, മീൻ പിടിക്കുന്നത് ഒരു കുറ്റകരമല്ല. പക്ഷെ ഇദ്ദേഹം എപ്പോഴാണ് ഈ ഇലക്ഷൻ സമയത്ത് മാത്രം ഇതെന്തിനാണ് കുളത്തിൽ ചാടുന്നതും കടലിൽ ചാടുന്നതും ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്? അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന സുരക്ഷാ ജീവനക്കാരുടെ അവരുടെ അവസ്ഥ നോക്കൂ. ഇദ്ദേഹത്തെ കടലിൽ സംരക്ഷിക്കണം, കുളത്തിൽ സംരക്ഷിക്കണം. ഇനി കേരളത്തിൽ വരുമ്പോൾ നികേഷ് കുമാറിന് വെല്ലുവിളിയാകുമോ എന്തോ. പണ്ട് റിപ്പോർട്ടർ ചാനലിന്റെ ഉടമയുണ്ടായിരുന്നു നികേഷ്. അന്ന് അഴീക്കോട് മത്സരിക്കുമ്പോൾ അദ്ദേഹം കിണറ്റിലാണ് ഇറങ്ങിയത്. അന്ന് അദ്ദേഹം കിണറ്റിൽ ഇറങ്ങി വെള്ളം എടുത്തെങ്കിൽ ഈ രാഹുൽ ഗാന്ധിയെ കേരളത്തിൽ എത്തിച്ചാൽ അദ്ദേഹം വേണമെങ്കിൽ അങ്ങ് കിണറ്റിൽ ചാടും. കിണറ്റിൽ ചാടിയ ഈ കുളത്തിൽ ചാടുന്നത് പോലും കടലിൽ ചാടുന്നത് പോലും രക്ഷപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് നമ്മുടെ സുരക്ഷാ ജീവനക്കാർക്കും കേരളത്തിലെ ഗവൺമെന്റിനും വലിയ പ്രതിസന്ധി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കേരളത്തിൽ വരുമ്പോൾ ഇടം വലം നിന്ന് കോൺഗ്രസ് നേതാക്കള് അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കണം. കാരണം നമ്മുടെ മുന്നിൽ ഒരു മാതൃക തന്നെ ഉണ്ടല്ലോ. മാതൃകയായി നികേഷ് കുമാർ നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്ന് രാഹുൽ ഗാന്ധി വീണ്ടും കിണറ്റിൽ ചാടുകയാണെങ്കിൽ അത് കയ്യോ കാലോ ഒടിയുകയും അല്ലാതെ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത നമ്മുടെ കേരളത്തിന് തന്നെയാണ് നാണക്കേട്. കാരണം ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ തമിഴ്നാട്, കേരളം, ആസാം അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് സംഭവിക്കാൻ പോവുകയാണ്. എന്തായാലും ബീഹാറിൽ നിലവിൽ പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പരാജയപ്പെടാൻ സാധ്യത ഉള്ളപ്പോഴും ഇത് BJP ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. BJPയുടെ അമിത ആത്മവിശ്വാസം അവിടെ തിരിച്ചടിയാകുമോ എന്ന് നമുക്ക് തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കാം.